ഇന്ത്യ ഒരു സൂപ്പർ പവറായി ലോകത്തിന് മുന്നിൽ ഉയർന്നു വരാനുള്ള പ്രവർത്തനങ്ങൾ നിർബാധം തുടരുകയാണ്. അതായത് നരേന്ദ്രമോദി മൂന്നാം തവണയും അധികാരത്തിലെത്തിയപ്പോൾ തൻ്റെ ടേം കഴിയുന്നതിന് മുമ്പ് ഇന്ത്യയെ റഷ്യയ്ക്കും ചൈനയ്ക്കും അമേരിക്കയ്ക്കുമൊക്കെ ഒപ്പം ഒരു സൂപ്പർ പവറായിട്ട് ഉയർത്തും. അപ്പോൾ സൂപ്പർ പവർ എന്ന് പറഞ്ഞാൽ എല്ലാ മേഖലയിലും പ്രാഗൽഭ്യം തെളിയിക്കുന്ന രാജ്യങ്ങളായിരിക്കണം. അതായത് ലോകത്ത് വലിയ സ്വാധീനം തെളിയിക്കാൻ കഴിയണം, നയതന്ത്ര തലത്തിൽ നല്ല ബന്ധങ്ങളുണ്ടാകണം, ആണവ ശക്തിയായിരിക്കണം, സ്വയം പര്യാപ്തത നേടിയിരിക്കണം. ഇതെല്ലാ ഗുണങ്ങളുമുള്ള രാജ്യങ്ങളാണോ ചൈനയും റഷ്യയും അമേരിക്കയും എന്നൊക്കെ ചോദിച്ചാൽ അങ്ങനെയൊന്നുമല്ല. പക്ഷേ റഷ്യയ്ക്ക് റഷ്യയുടേതായ ഗുണങ്ങളുണ്ട്, ചൈനയ്ക്ക് അവരുടേതായ ഗുണങ്ങൾ, അമേരിക്കയ്ക്ക് അവരുടേതായ ഗുണങ്ങൾ. ഈ ഗുണങ്ങളുമൊക്കെയായിട്ട് യോജിക്കുന്ന രീതിയിൽ ഇന്ത്യ ഇപ്പോൾ ഉയർന്നു വരുന്നു. അതായത് മുമ്പ് ബോംബർ വിമാനങ്ങൾ എന്നൊരു ആശയം ഇന്ത്യക്കുണ്ടായിരുന്നില്ല. അതായത് അണുവായുധങ്ങൾ വഹിക്കാൻ കഴിയുന്ന, ഭൂഖണ്ഡങ്ങൾ താണ്ടി ഒറ്റ യാത്രയിൽ തന്നെ ശത്രുക്കളുടെ ലക്ഷ്യങ്ങളെ നശിപ്പിക്കാൻ കഴിയുന്ന അങ്ങനെ ഒരു വിമാനം നമ്മുടെ ചിന്തയിലില്ല. പക്ഷേ ഇപ്പോൾ നമ്മൾ അത്തരം ഒരു ബോംബർ വിമാനം നിർമ്മിക്കാനായിട്ട് പദ്ധതിയിടുന്നു, അതിൻ്റെ രൂപരേഖ തയ്യാറാക്കുന്നു. അൾട്രാ ലോങ് റേഞ്ച് സ്ട്രൈക്ക് എയർക്രാഫ്റ്റ് എന്നാണ് നമ്മൾ പേരിട്ടിരിക്കുന്നത്. അതായത് അൾട്ര, അതായത് നിലവിൽ 12,000 കിലോമീറ്റർ വരെ ദൂരത്തിൽ പറക്കാൻ കഴിയുന്ന, ഏതാണ്ട് 12,000 ടണ്ണിലധികം വരുന്ന സ്ഫോടക വസ്തുക്കൾ വഹിക്കാൻ കഴിയുന്ന ഒരു ബോംബർ വിമാനം. ഇതാണ് നമ്മൾ തയ്യാറാക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അമേരിക്കയുടെ B-21, റഷ്യയുടെ TU-160 തുടങ്ങിയ യുദ്ധവിമാനങ്ങളുടെ രൂപകൽപ്പനയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് നമ്മൾ ഇത്തരം ഒരു ബോംബർ നിർമ്മിക്കാൻ പോകുന്നത്. എന്ന് പറഞ്ഞാൽ നമുക്കെതിരെ ഏതെങ്കിലും ഒരു രാജ്യം ആണവ ആക്രമണം നടത്തിയാൽ ഇൻ്റർ കോണ്ടിനെൻ്റൽ ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ച് നമ്മൾ അവർക്കെതിരെ ആക്രമണം നടത്തുകയാണ് ചെയ്തിരുന്നത്. ഇനി അങ്ങനെ വേണ്ട. ലോകത്ത് ഏത് രാജ്യത്തും ഏത് മുക്കിലും മൂലയിലും പോയി ആക്രമിക്കാൻ കഴിയുന്നത്ര പവറുള്ള ബോംബർ വിമാനങ്ങളാണ് നമ്മൾ നിർമ്മിക്കാൻ പോകുന്നത്. സ്വാഭാവികമായിട്ടും ഇതിൻ്റെ എഞ്ചിനായിട്ട് നമ്മൾ ആശ്രയിക്കേണ്ടത് ഒന്നുകിൽ അമേരിക്ക അല്ലെങ്കിൽ റഷ്യയാണ്. ഇപ്പം US നമുക്ക് ഈ ജനറൽ ഇലക്ട്രിക് എന്ന് പറയുന്ന കമ്പനി തേജസ് യുദ്ധവിമാനത്തിൽ എഞ്ചിൻ തരാമെന്നൊക്കെ പറഞ്ഞെങ്കിലും നമ്മളെ ഇട്ട് കറക്കുകയൊക്കെ ചെയ്തിരുന്നു. അത് ബൈഡൻ്റെ കാലത്താണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അത് ഒഴിവാക്കിയിട്ട് റഷ്യയുമായിട്ട് സഹകരിക്കുന്നു. അതുപോലെ തന്നെ ഫ്രാൻസുമായിട്ട് നമ്മൾ സഹകരിക്കുന്നു. കാരണം അവിടുത്തെ ടെക്നോളജി നമ്മൾ കുറച്ച് അബ്സോർബ് ചെയ്യും. അവിടെ യുദ്ധവിമാനങ്ങൾ നമ്മൾക്ക് തരുന്ന റഫേൽ യുദ്ധവിമാനവുമായി ബന്ധപ്പെട്ട് ടെക്നോളജി കൈമാറാനുള്ള കരാറൊക്കെ ഉണ്ട്. അത്തരത്തിലുള്ള കരാറുമായി ഏർപ്പെടും. അങ്ങനെ നമ്മളൊരു B-2 ബോംബർ കൂടി ഡെവലപ്പ് ചെയ്തെടുക്കുന്നതോടുകൂടി ഇന്ത്യൻ വ്യോമസേന എന്ന് പറയുന്നത് ലോകത്തിന് മുന്നിൽ നെഞ്ച് വിരിച്ചിങ്ങനെ നിൽക്കാൻ കഴിയുന്ന ഒരു ശക്തിയായിട്ട് മാറും. അതിനുള്ള പ്രവർത്തനമാണ് നടത്തുന്നത്. അപ്പം നമ്മൾ തദ്ദേശീയമായി നിർമ്മിച്ച ബ്രഹ്മോസ് മിസൈല്, അതുപോലെ തന്നെ പൃഥ്വി ഷോർട്ട് റേഞ്ച് മിസൈല്, അതുപോലെ തന്നെ ലേസർ ഗൈഡഡ് മിസൈല് എന്നിവയൊക്കെ തന്നെ വഹിക്കാൻ കഴിയുന്ന രീതിയിലായിരിക്കും ഈ ബോംബർ വിമാനം നമ്മൾ രൂപകൽപ്പന ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ DRDOയുടെ ഒരു സംരംഭമായിട്ട് ഇതും മാറും. അപ്പോൾ വൻതോതിൽ ആയുധം വഹിക്കാൻ കഴിയുന്ന ബോംബർ വിമാനം ഇന്ത്യ കൂടി നിർമ്മിക്കുന്നതോടെ ലോകത്തിൻ്റെ നെറുകയിലേക്ക് നമ്മൾ നടന്നു കയറും. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സൂപ്പർ പവർ എന്ന ഇപ്പോൾ വിശേഷിപ്പിക്കാവുന്ന രാജ്യം അമേരിക്കയാണ്. പക്ഷേ അവർക്ക് ഈ പറയുന്ന പൂർണ്ണമായിട്ടും സ്വയം പര്യാപ്തത കൈവരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അമേരിക്കയ്ക്ക് ട്രേഡുമായി ബന്ധപ്പെട്ട് മാനുഫാക്ചറിങ്ങുമായി ബന്ധപ്പെട്ടൊക്കെ ചൈനയെ ഡിപ്പെൻഡ് ചെയ്യണം. ഇനി ചൈന പൂർണ്ണതയിലെത്തിയെന്ന് ചോദിച്ചാൽ ചൈനയ്ക്ക് വിമാനം നിർമ്മിക്കാൻ ഉൾപ്പെടെ ടെക്നോളജിക്ക് റഷ്യയെ ആശ്രയിക്കേണ്ടി വരും. റഷ്യ പൂർണ്ണമാണോ എന്ന് ചോദിച്ചാൽ റഷ്യയിലെ ജനസംഖ്യ ഏതാണ്ട് 14 കോടി മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായി അവർ പിന്നോക്കമാണ്. ഇവരൊക്കെ തന്നെ പൂർണ്ണമായിട്ടും സ്വയം പര്യാപ്തമല്ല. അതേ രീതിയിൽ നോക്കുകയാണെങ്കിൽ ആ മേഖലയിലേക്ക് ഉയർന്നു വരാൻ കഴിയുന്ന രാജ്യം ഇന്ത്യയാണ്. ഇത് ലോകരാജ്യങ്ങളും അംഗീകരിക്കുന്നു. കാരണം ഏഷ്യ പസഫിക് മേഖലയിൽ ചൈനയ്ക്ക് വെല്ലുവിളി ഉയർത്താൻ കഴിയുന്ന രാജ്യം ഇന്ത്യയാണെന്ന് അമേരിക്കൻ പ്രസിഡന്റ് പലതവണ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇത് ലോകരാജ്യങ്ങൾ മനസ്സിലാക്കുന്നു. മാത്രമല്ല ടെക്നോളജിയുടെ കാര്യത്തിൽ, സൈനിക ആയുധങ്ങളുടെയും വിമാനങ്ങളുടെയും ഒക്കെ നിർമ്മാണത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ ഏറ്റവും അധികം പങ്കുവഹിക്കുന്ന അല്ലെങ്കിൽ സഹകരിക്കുന്നത് റഷ്യയുമായിട്ടാണ്. അപ്പോൾ റഷ്യയുടെ സഹകരണമുള്ള, ചൈനയെ വെല്ലുവിളിക്കാൻ കഴിയുന്ന, അമേരിക്കയുമായി നല്ല ബന്ധം പുലർത്തുന്ന ഇന്ത്യ ഒരു 4ാമത്തെ ശക്തിയായിട്ട് ഉയർന്നു വരും. മാത്രമല്ല കരയിൽ നിന്ന്, ആകാശത്ത് നിന്ന്, അതുപോലെ തന്നെ കടലിൽ നിന്ന്, ഈ 3 സ്ഥലത്ത് നിന്നും ഒരുപോലെ ആണവായുധങ്ങൾ വിക്ഷേപിക്കാൻ കഴിയുന്ന ഒരു രാജ്യവും ഇന്ത്യയാണ്. അതുകൊണ്ട് തന്നെ ഒരു മേജർ പവർ എന്ന നിലയിൽ നിന്ന് 5-10 വർഷം കൊണ്ട് ഒരു സൂപ്പർ പവർ എന്ന നിലയിലേക്ക് ഇന്ത്യ മാറാം. നിലവിൽ മേജർ പവേഴ്സ് എന്ന് പറയുന്നത് ജപ്പാൻ, ബ്രിട്ടൻ, ഫ്രാൻസ്, അതുപോലെ തന്നെ ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളൊക്കെയാണ്. അതിൽ ഏറ്റവും മുകളിൽ നിൽക്കുന്ന രാജ്യം ഇന്ത്യയാണ്. ഇതിനുള്ള കാരണം നമ്മൾ തദ്ദേശീയമായി നിർമ്മിക്കുന്ന ആയുധങ്ങളാണ്.
ഇപ്പം അൾട്ര എന്ന് പറയുന്ന ബോംബർ വിമാനം നമ്മൾ നിർമ്മിക്കുന്നു. അപ്പോൾ ഭൂഖണ്ഡങ്ങൾ താണ്ടി നമുക്കൊരു ആക്രമണം നടത്താനായിട്ട് സാധിക്കുന്നു. അതൊരു വലിയ നേട്ടമാണ്. അപ്പം റഷ്യയും അമേരിക്കയും ചൈനയും ഒക്കെ ഉൾപ്പെടുന്ന ഒരു ക്ലബിലേക്ക്, വ്യോമ മേഖലയിലെ അധിപന്മാരാകുന്ന ആ ക്ലബിലേക്ക് ഇന്ത്യയും പതുക്കെ നടന്നു കയറും. ഇതിൻ്റെ മറ്റൊരു ഉദാഹരണമാണ് ഇപ്പോൾ ബ്രഹ്മോസിനേക്കാൾ മികച്ച വിഷ്ണു പ്രൊജക്റ്റ് എന്ന് പറയുന്ന നമ്മുടെ ഒരു പുതിയ മിസൈലിൻ്റെ പരീക്ഷണം നടത്തുന്നു വാർത്ത കേട്ടത്. ഈ മിസൈൽ നമ്മൾ വിജയകരമായി പരീക്ഷിച്ചു എന്ന് പറഞ്ഞാൽ 1500 കിലോമീറ്ററാണ് ഈ പ്രൊജക്റ്റ് വിഷ്ണുവിൻ്റെ ദൂരപരിധി. DRDOയും എയർഫോഴ്സും ചേർന്ന് ഇതിൻ്റെ പരീക്ഷണം വിജയകരമായി നടപ്പാക്കി. ഈ ബ്രഹ്മോസ് മിസൈൽ തന്നെ നമുക്ക് ഏതാണ്ട് 250 മുതൽ 450 കിലോമീറ്റർ വരെ ദൂരപരിധിയിലുള്ള ലക്ഷ്യങ്ങളെ തകർക്കാൻ കഴിയുന്ന, പക്ഷേ വിഷ്ണു വന്നപ്പോഴേക്കും അത് 1500 കിലോമീറ്ററായിട്ട് മാറി. എന്ന് പറഞ്ഞാൽ മണിക്കൂറിൽ 1100 കിലോമീറ്റർ വേഗതയിൽ വരെ സഞ്ചരിക്കാൻ കഴിയും. കൃത്യമായി പറഞ്ഞാൽ ശബ്ദത്തിൻ്റെ 8 മടങ്ങ് വേഗതയിൽ സഞ്ചരിക്കാൻ കഴിയുന്ന പ്രൊജക്റ്റ് വിഷ്ണു എന്ന മിസൈലാണ് നമ്മൾ ഇപ്പോൾ പരീക്ഷണം പൂർത്തിയാക്കിയിരിക്കുന്നത്. ഇനി അടുത്തത്, നമ്മൾ പാകിസ്ഥാനുമായിട്ടുള്ള യുദ്ധത്തിൽ ആകാശ് എന്ന് പറയുന്ന വ്യോമ പ്രതിരോധ സംവിധാനമാണ് ഉപയോഗപ്പെടുത്തിയത്. ഈ ആകാശ് പ്രൈം എയർ ഡിഫൻസ് സിസ്റ്റം നമ്മൾ ഡെവലപ്പ് ചെയ്തു. എന്നിട്ട് ഇതിൻ്റെ പരീക്ഷണം നടത്തണമായിരുന്നു. അങ്ങനെ ലഡാക്കിൽ വെച്ച് അതിൻ്റെ പരീക്ഷണം നടത്തി. അങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ലക്ഷ്യത്തിൽ കൃത്യമായി 2 തവണ മിസൈൽ പതിപ്പിച്ചുകൊണ്ട് നമ്മൾ ആ ഉദ്യമം അല്ലെങ്കിൽ ആ ലക്ഷ്യവും നേടിയെടുത്തു കഴിഞ്ഞു. അപ്പോൾ വ്യോമ പ്രതിരോധ രംഗത്ത് നമ്മൾ വലിയൊരു കുതിച്ചുചാട്ടം നടത്തുകയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ചലിച്ചുകൊണ്ടിരിക്കുന്ന, വളരെ വേഗത്തിൽ നീങ്ങിക്കൊണ്ടിരിക്കുന്ന ലക്ഷ്യങ്ങളെപ്പോലും ആകാശിന് തകർക്കാൻ കഴിയും. അതിനപ്പുറത്തേക്ക് ആകാശ് പ്രൈം എയർ ഡിഫൻസിന് കഴിയുമെന്ന് പറഞ്ഞാൽ റഷ്യയുടെ S-500 കിടപിടിക്കുന്ന വ്യോമ പ്രതിരോധ സംവിധാനം നമ്മൾ ഒരുക്കി വെച്ചിരിക്കുന്നു എന്നാണ് അർത്ഥം. ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ ലോകത്ത് ഏതെങ്കിലും തരത്തിലൊരു 3ാം ലോക മഹായുദ്ധമോ, റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധം ഡെവലപ്പ് ചെയ്യുകയോ, ഇസ്രായേൽ ഇറാൻ യുദ്ധം വേറൊരു തലത്തിലേക്ക് മാറുകയോ ചെയ്താൽ, ഇനി ചൈന തൈവാനെ ആക്രമിച്ചാൽ, അപ്പോഴൊക്കെ തന്നെ ഇന്ത്യ തങ്ങളുടെ നിലപാടുകൾ സുരക്ഷിതമാക്കാൻ, തങ്ങളുടെ അതിർത്തികൾ സുരക്ഷിതമാക്കാനുള്ള എല്ലാ നടപടിയും സ്വീകരിച്ചു. മാത്രമല്ല, നമ്മളുമായി സഹകരിക്കുന്ന, നമ്മളുമായിട്ട് നല്ല സൗഹൃദം പുലർത്തുന്ന രാജ്യങ്ങൾക്ക് വേണമെങ്കിൽ സഹായം ചെയ്യാനും നമുക്ക് സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ സംയുക്ത സൈനിക മേധാവിയായ അനിൽ ചൗഹാൻ പറയുന്നു, ഇന്നത്തെ യുദ്ധത്തിന് ഉപയോഗിക്കേണ്ടത് നാളത്തെ സാങ്കേതിക വിദ്യയാണ്. ആ രീതിയിലാണ് നമ്മൾ മുന്നേറുന്നത്. അപ്പോൾ ഈ അനിൽ ചൗഹാൻ്റെ ഈ ഒരു വെളിപ്പെടുത്തൽ എന്ന് പറയുന്നത് നമ്മൾ ചില കാര്യങ്ങളൊക്കെ തന്നെ കൃത്യമായി ആലോചിച്ച് ഉറപ്പിച്ചുകൊണ്ട് വരുന്നു. അതായത് ഇനിയുള്ള യുദ്ധങ്ങളിൽ ഡ്രോണാണ് വലിയ ആയുധമായി മാറാൻ പോകുന്നത്. ഒപ്പം തദ്ദേശീയമായ യുദ്ധോപകരണങ്ങൾ നിർമ്മിക്കണം. കാരണം എല്ലാ കാര്യത്തിലും വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കുന്ന നിലപാട് മാറ്റണം. ഇതാണ് നമ്മൾ മാറ്റിക്കൊണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ യുദ്ധക്കപ്പലുകളും അന്തർവാഹിനികളും ഉൾപ്പെടെ ഇനി തദ്ദേശീയമായി നമ്മൾ നിർമ്മിക്കാൻ തീരുമാനിച്ചു. ഒപ്പം ബോംബർ വിമാനങ്ങൾ, അതായത് ആണവായുധങ്ങൾ വഹിക്കാൻ കഴിയുന്ന, നമുക്ക് നേരെ ആണവായുധം ഉപയോഗിച്ച് ആക്രമണം ഉണ്ടായാൽ 13,000 കിലോമീറ്റർ ദൂരെ വരെ പറന്ന് ചെന്ന് ആക്രമണം നടത്താൻ കഴിയുന്ന സ്റ്റെൽത്ത് ബോംബർ വിമാനങ്ങൾ നമ്മൾ നിർമ്മിക്കാൻ പോകുന്നു. അൾട്ര എന്നാണ് പേരിട്ടിരിക്കുന്നത്. ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ നമ്മളിപ്പോൾ പുറത്തുവിടുന്നില്ല. കാരണം DRDO സംബന്ധിച്ച് ചില കാര്യങ്ങൾ അവർ രഹസ്യമാക്കി വെക്കാറുണ്ട്. എന്തായാലും അൾട്രാ ലോങ് റേഞ്ച് സ്ട്രൈക്ക് എയർക്രാഫ്റ്റ് എന്ന് പറയുന്ന നമ്മുടെ ഈ യുദ്ധവിമാനം സ്വാഭാവികമായും ലോകത്തിന് മുന്നിൽ ഒരു വലിയ സർപ്രൈസ് ആയിരിക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. ഒപ്പം പ്രൊജക്റ്റ് വിഷ്ണു നമ്മൾ വിജയകരമായി പൂർത്തിയാക്കി. 15,000 കിലോമീറ്റർ ഉയരത്തിൽ ലഡാക്കിൽ പരീക്ഷിച്ച് വിജയിപ്പിച്ച ആകാശ് പ്രൈം എയർ ഡിഫൻസ് സിസ്റ്റം, അങ്ങനെ ഒന്നിനു പുറകെ ഒന്നായി ആയുധങ്ങൾ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നു, പരീക്ഷണങ്ങളൊക്കെ നടത്തി വിജയിപ്പിക്കുന്നു. മാത്രമല്ല, നിരവധി രാജ്യങ്ങളാണ് ഇപ്പോൾ ഇന്ത്യയുമായിട്ട് ഇത്തരത്തിലുള്ള സൈനിക ആയുധ കരാറുകളിൽ ഏർപ്പെടുന്നത്. ചൈന അവരുടെ ചുവപ്പ് കോട്ടയ്ക്കുള്ളിൽ റെയർ എർത്തുകൾ ഒളിപ്പിച്ചുകൊണ്ട് ലോകത്തിനെ ഒന്ന് ഭീഷണിപ്പെടുത്താൻ, ലോകത്തിനെ ഒന്ന് സമ്മർദ്ദത്തിലാക്കാനുള്ള ശ്രമം നടത്തിയിരുന്നു. അവിടേക്കാണ് ഇന്ത്യ, അർജൻറ്റീന, ബ്രസീൽ തുടങ്ങിയ രാജ്യങ്ങളുമായി പുതിയ കരാറിൽ ഏർപ്പെട്ടത്. അവിടെ നിന്ന് അപൂർവ ധാതുക്കളുടെ വലിയ ശേഖരം നമുക്ക് തരാൻ അവർ തയ്യാറായിട്ടുണ്ട്. കൂടാതെ ഘാന, ട്രിനിഡാഡ് ആൻഡ് ടുബാഗോ, അതുപോലെ നമീബിയ തുടങ്ങിയ രാജ്യങ്ങളിലെ അപൂർവ ധാതുക്കളും ഇന്ത്യയുമായി പങ്കുവെക്കും. അപ്പം ചൈന അത്തരത്തിലുള്ള ധാതുക്കൾ തരാതെ നമ്മളെ വെല്ലുവിളിക്കാൻ ശ്രമിക്കില്ല, അത് പരാജയപ്പെടും. അമേരിക്ക ഇപ്പോൾ നാറ്റോയെ ഉപയോഗിച്ച് നമ്മളെ വെല്ലുവിളിക്കാൻ ശ്രമിച്ചു, നമ്മളതിനെ പുഷ്പം പോലെ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്, നമ്മളെ ഭീഷണിപ്പെടുത്തേണ്ടെന്ന് പറഞ്ഞു. റഷ്യ എല്ലാ കാലത്തും നമ്മളുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു രാജ്യമാണ്. അതുകൊണ്ട് തന്നെ 5-10 വർഷത്തിനുള്ളിൽ ഒരു സൂപ്പർ പവറായിട്ട് ഇന്ത്യയും വളർന്നു വരുമെന്ന കാര്യത്തിൽ സംശയമില്ല. ആ രീതിയിലാണ്
സൈനികപരമായി നയതന്ത്രപരമായിട്ടൊക്കെ നമ്മൾ മുന്നേറുന്നതും.